ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗെറ്റ് റിസൾട്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വൺ പ്ലസിൻ്റെ പുതിയ ഫോണായ വൺ പ്ലസ് നോഡിൻ്റെ സ്പെസിഫിക്കേഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ലോഞ്ച് ഡേറ്റും കാര്യങ്ങളൊക്കെ വൺ പ്ലസ് തന്നെ ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ലീക്കുകളും ഫോട്ടോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ അതിൻ്റെ ലോഞ്ച് ഡേറ്റും അതേപോലെ തന്നെ പ്രൈസും സ്പെസിഫിക്കേഷൻസും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും. അതിനൊക്കെ മുമ്പ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ലോഞ്ച് ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. സസ്പെൻസ് ഇല്ലാതെ ഇപ്പോൾ തന്നെ അതങ്ങ് പറഞ്ഞേക്കാം. ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയിൽ ലോഞ്ച് ചെയ്യുന്ന ആദ്യത്തെ ഫോണാണ് വൺ പ്ലസ് നോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു ക്ലാപ്പ് ഉണ്ട് ആ ഒരു ഫോണിന്. അപ്പോൾ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്താണെന്ന് പറഞ്ഞുതരാം. ഒന്നുമല്ല, വെർച്വൽ റിയാലിറ്റി എന്താണെന്ന് അറിയാം. നമുക്ക് വി ആർ ക്യാമറാസും വി ആർ വ്യൂവറൊക്കെ നമുക്കറിയാം. അപ്പോൾ ഒരു വി ആർ വ്യൂവർ ഉപയോഗിച്ചിട്ട് നമുക്ക് വീട്ടിലിരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്വന്തം വീട്ടിൽ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ലോഞ്ച് ഇവൻറ്റിൽ പങ്കെടുക്കുന്നത് പോലെയുള്ള ഒരു ഫീലിങ്ങോട് കൂടി നമുക്ക് ഇതിൻ്റെ ലോഞ്ച് ഇവൻറ്റ് ലൈവായിട്ട് നമ്മുടെ സ്വന്തം വീട്ടിലിരുന്നുകൊണ്ട് കാണാനായിട്ട് പറ്റും. അതിന് നമ്മൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ പോവുക, വൺ പ്ലസ് നോഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വ്യൂവർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ലൈവായിട്ട് നമ്മുടെ പ്രസൻസ് ആ ഒരു ലോഞ്ച് ഇവൻറ്റിലുള്ളതുപോലെയുള്ള രീതിയിൽ നമുക്ക് ഇതിൻ്റെ ലോഞ്ച് ഇവൻറ്റ് കാണാനായിട്ട് പറ്റും. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തത് കൊറോണ ആയതുകൊണ്ടാണ്. അപ്പം കൊറോണ ഉള്ളതുകൊണ്ട് ഇതുപോലുള്ള പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പരിചയപ്പെടാൻ പറ്റി. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് എ സെക്കൻഡ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യം നമുക്ക് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ പരിചയപ്പെടാം. ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. അതേപോലെ തന്നെ സൂപ്പർ AMOLED ഡിസ്പ്ലേ കൂടിയാണ് ഈ ഒരു ഡിസ്പ്ലേ. അപ്പം ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു ഫീച്ചർ 90 Hz റിഫ്രഷ് റേറ്റ് ഈ ഒരു ഡിസ്പ്ലേക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മൾ 90 Hz 120 Hz ഒക്കെ ഉള്ള ഡിസ്പ്ലേകൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ഞാൻ ഈ 90 Hz എടുത്തു പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, അതായത് ഒരു ബഡ്ജറ്റ് ഫോണിൽ നമുക്ക് ഒരു 90 Hz ഉള്ള ഡിസ്പ്ലേ ഉള്ള വൺ പ്ലസിൻ്റെ ഒരു ഫോണ് നമുക്ക് ഈ ഒരു ലോഞ്ച് ഇവൻറ്റോട് കൂടി ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. അത് നമുക്ക് ലാസ്റ്റ് പറയാം. അതേപോലെ തന്നെ മറ്റു കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേയുടെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 1080 x 2340 പിക്സൽസാണ് ഈ ഒരു ഡിസ്പ്ലേയുടെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 403 പിക്സൽ ഡെൻസിറ്റിയും ഈ ഡിസ്പ്ലേയിൽ നൽകിയിട്ടുണ്ട്. ലീക്കായിട്ട് ലഭിച്ചിട്ടുള്ള ഫോട്ടോസൊന്നും കാര്യങ്ങളിലൊക്കെ മനസ്സിലാകുന്നത് ഇതിൽ ഡുവൽ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ നൽകിയിട്ടുള്ളത് എന്നാണ്. അതായത് ഫ്രണ്ട് ഫേസിങ് ക്യാമറ ആയിട്ട് നമുക്ക് ഡുവൽ ക്യാമറയാണ് ലഭിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഫോണിൻ്റെ മറ്റൊരു പ്രത്യേകത. അതേപോലെ തന്നെ ഈ ഒരു ഫോണിൽ 4300 mAh ബാറ്ററിയാണ് നൽകിയിട്ടുള്ളത്. അതേപോലെ 30 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗണിൻ്റെ ലേറ്റസ്റ്റ് പ്രോസസ്സറായ സ്നാപ്ഡ്രാഗൺ 765 എന്ന പ്രോസസ്സറാണ് ഈ ഒരു ഫോണിൽ നൽകിയിട്ടുള്ളത്. ഇതൊരു 5G പ്രോസസ്സറാണ്. അപ്പോൾ 5G ഫോണായിരിക്കും വൺ പ്ലസ് നോഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ AMOLED ഡിസ്പ്ലേ ഇതിൽ നൽകിയത് കൊണ്ട് തന്നെ ഇവിടെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ഇതിൻ്റെ റാം പരിശോധിച്ച് കഴിഞ്ഞാൽ 6GB റാം സ്റ്റാർട്ട് ചെയ്യുന്നത്. 6GB പ്ലസ് 128GB എന്ന വേരിയൻ്റ് ആയിരിക്കും ബേസ് വേരിയൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഏകദേശം ഓവറോൾ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ, സ്പെക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു പെർഫോമൻസ് തരുന്ന ഒരു ഫോണായിരിക്കും വൺ പ്ലസ് നോഡ് എന്ന് പറയുന്നത്. GPU പരിശോധിച്ച് കഴിഞ്ഞാൽ അഡ്രിനോ 620 ആണ് ഈ ഒരു ഫോണിൽ നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ അടിപൊളി ക്യാമറയോട് കൂടിയാണ് ഈ ഒരു ഫോൺ എത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ക്യാമറയ്ക്ക് പ്രത്യേകത ഉണ്ട്. നമ്മൾ മറ്റ് വൺ പ്ലസ് ഫോണുകളിലൊക്കെ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായി സൈഡിലാണ് ഈ ഒരു ഫോണിൻ്റെ ബാക്ക് ക്യാമറ നൽകിയിട്ടുള്ളത്. അതും കോഡ് ക്യാമറയോട് കൂടിയാണ് വൺ പ്ലസ് നോഡ് എത്തുന്നത്. കോഡ് ക്യാമറയിൽ ആദ്യത്തേത് ഒരു 64 MB പ്രൈമറി ലെൻസും, രണ്ടാമത്തേത് ഒരു 16 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും, മൂന്നാമത്തേത് ഒരു 8 MB ടെലിഫോട്ടോ ലെൻസും, അതോടൊപ്പം തന്നെ 5 MB ഡെപ്ത് ലെൻസുമാണ് ഈ ഒരു ഫോണിൽ നൽകിയുള്ളത്. ഫ്രണ്ട് ഫേസിങ് ക്യാമറ ആയിട്ട് നമുക്ക് ഡുവൽ ക്യാമറയാണ് ലഭിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൽ ആദ്യത്തേത് ഒരു 32 MB പ്രൈമറി ലെൻസ്, രണ്ടാമത്തേത് 8 MB ലെൻസുമാണ് ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. ആൻഡ്രോയിഡ് 10 ഈ ഒരു ഫോണ് പ്രവർത്തിക്കുന്നത്. ഇനി ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫോൺ ജൂലൈ 21 ലോഞ്ച് ചെയ്യുന്നത്. അതേപോലെ ഇതിൻ്റെ പ്രൈസിങ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് വൺ പ്ലസിൻ്റെ ഒരു കുറഞ്ഞ വിലയുള്ള ഒരു ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല ചോയ്സ് ആയിരിക്കും ഈ ഒരു ഫോൺ എന്ന് പറയുന്നത്. കാരണം ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 22,000 രൂപ മുതൽ 25,000 രൂപയുടെ ഇടയിലാണ് വരാനുള്ള സാധ്യത. അതായത് ഈ അടുത്ത് ലോഞ്ച് ചെയ്ത വൺ പ്ലസ് ഫോണുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഒരു ഫോൺ കുറഞ്ഞ ബഡ്ജറ്റ് റേഞ്ചിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വൺ പ്ലസിൻ്റെ കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ഒരു ഫോണിന് വേണ്ടിയിട്ട് ആരെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതായിട്ട് മാറ്റി വയ്ക്കുക. ഈ ഒരു ഫോൺ ജൂലൈ 21 വരെ വെയിറ്റ് ചെയ്യുക.
ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്യുക. നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും ഈ ഒരു ഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയുടെ കാര്യം മറന്നുകൊണ്ട് ആദ്യത്തെ ഫോണാണ് കേട്ടോ ഈ ഒരു ഫങ്ഷൻ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു അഡ്വാൻറ്റേജ് ഉപയോഗിക്കുന്ന ആദ്യത്തെ ഫോണാണ്. ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്ന് പറയുന്ന അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിക്കുന്ന ആദ്യത്തെ ഒരു ഫോണാണ് നമ്മുടെ OnePlus Nord എന്ന് പറയുന്നത്. അപ്പോൾ അതാരും മറന്നുകൊണ്ടാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ പേരുള്ള ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്പോട്ടിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.